ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലയനം യോഗവിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ ഉഷയും അനിരുദ്ധനും തമ്മിലുള്ള സമാഗമമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബാണാസുരൻ്റെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു യുദ്ധം തന്നെ നടന്നത് എന്ന് ശിവൻ തന്നെ പറഞ്ഞു. അതുകൊണ്ട് ശിവൻ പറഞ്ഞത് കേട്ടുകൊണ്ട് ബാണാസുരൻ തൻ്റെ ശക്തിയിൽ ഊറ്റം കൊണ്ടു. ഭഗവാൻ നേരത്തെ അനുഗ്രഹം കൊടുത്ത് അനുസരിച്ചുകൊണ്ട് 1000 കൈകൾ കൊടുത്തു. അത് കഴിഞ്ഞ് ഭഗവാനെ നൃത്തത്തിൽ സഹായിക്കാൻ പക്കമേളം വായിച്ചു, മൃദംഗം വായിച്ചു. അതെല്ലാം കണ്ടിട്ട് ശിവൻ പ്രസാദിച്ച് എന്ത് വരമാണ് ചോദിച്ചത്, എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ തന്നെ എൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ട് എപ്പോഴും ഉണ്ടായിരിക്കണം എൻ്റെ കൂടെ എന്ന് പറഞ്ഞതുകൊണ്ട് ശിവൻ ഈ ഭക്തൻ്റെ ഇഷ്ടം സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുടുംബസമേതം അവിടെ ഒരു മന്ദിരത്തിൽ ഈ ബാണാസുരൻ്റെ രാജധാനിയിൽ പോയി താമസിക്കുകയാണ്. പ്രത്യേകമായിട്ടൊരു വാസസ്ഥാനമോ മന്ദിരമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അതിലാണ് ദിവസവും പോയിട്ട് ദർശനം നടത്തും, നമസ്കരിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് അനുഗ്രഹം വാങ്ങിയ ആളാണ്. എന്നിട്ടും യുദ്ധത്തിനായിക്കൊണ്ട് 1000 കൈകളുടെ തരിപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ശിവൻ്റെ അടുത്ത് തന്നെ അഭയം തേടിയപ്പോൾ ഭഗവാൻ തന്നെ ശിവൻ തന്നെ പറഞ്ഞു, നിന്റെ അഹങ്കാരം ഇല്ലെങ്കിൽ തെമ്മാടി എന്ന് വരെ വേടാ തെമ്മാടി, നിനക്ക് മല്ലടിക്കാൻ വലിയ ഉത്സാഹമാണ് അല്ലേ? അതിനെ പറ്റി ആളെ കിട്ടാത്തതിൽ ദുഃഖിതനുമാണ്. ഞാൻ ഒഴികെ മറ്റാരും ഈ ലോകത്തിൽ നിനക്ക് പറ്റിയ എതിരാളി ഇല്ലെന്നാണ് നീ കരുതുന്നതെങ്കിലും കാലക്രമത്തിൽ നിനക്ക് പറ്റിയ ഒരാളെ നീ കണ്ടെത്തും, അതിന് സംശയമൊന്നുമില്ല. അന്ന് നിന്റെ ദിവസം അവസാനിക്കുകയും ചെയ്യും. പിന്നെ ഒരിക്കലും നിന്റെ പതാക പാറിപ്പറക്കുകയുമില്ല എന്ന് അന്ന് നിന്റെ ദുരഭിമാനം തകർന്ന് തരിപ്പണമാകുന്നത് ഞാൻ കാണിച്ചു തരാം എന്നും പറയുകയും ചെയ്യും. അപ്പോൾ ഈ അനുഗ്രഹം ഒരു ശല്യമായി തീരുന്ന ഒരവസ്ഥയിലേക്ക്, അതായത് 1000 കൈകളുടെ തരിപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ ഒരാളെ വേണമെന്ന് പറയുമ്പം ഈ അനുഗ്രഹം കിട്ടിയാൽ അത് ഒരു സമയത്ത് നമുക്ക് സന്തോഷം തോന്നിയാലും പിന്നീട് അതൊരു ശല്യമായി മാറുന്ന അവസ്ഥ മനുഷ്യ ജീവിതത്തിൽ തന്നെ ഈ ഭൗതിക ശക്തികൾ, അത് ശരീരശക്തി ആയിക്കോട്ടെ ഇന്ദ്രിയ ശക്തിയായിട്ട് താൽക്കാലികമായിട്ട് നമുക്ക് കിട്ടുന്ന ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ, ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം തന്നെ നമ്മളെ പിന്നീട് പ്രശ്നത്തിൽപ്പെടുത്തും. അപ്പം അതുകൊണ്ട് ശിവൻ പറഞ്ഞത് കേട്ട് ബാണാസുരൻ തൻ്റെ ശക്തിയിൽ ഊറ്റം കൊണ്ടു. അതാണ് അഹങ്കാരം. തന്നെ അടിച്ച് തകർക്കാൻ കഴിയുന്ന ഒരുവനെ കണ്ടെത്തുമെന്ന് കേട്ടപ്പോൾ അയാൾ ആഹ്ലാദം കൊണ്ട് മതിമറന്നുപോയി. ബാണാസുരൻ ഗൃഹത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. തൻ്റെ ശക്തിയെ ഹനിക്കാൻ പറ്റിയ എതിരാളിയെ കാത്തിരിപ്പായി. അത്രയ്ക്ക് മങ്കനായിരുന്നു ഈ അസുരൻ. ഭൗതികങ്ങളായിരിക്കുന്ന ഐശ്വര്യങ്ങൾക്ക് വൃഥാ കീഴടങ്ങിപ്പോകുന്ന വിഡ്ഢികളായിരിക്കുന്ന അസുര മനുഷ്യർക്ക് തങ്ങളുടെ പ്രൗഢിയും വലിപ്പവും പ്രകടിപ്പിക്കാൻ ആഗ്രഹമുണ്ടാകുമെന്ന് വേണം കരുതാൻ. ഈ സമൃദ്ധികൾ അവസാനിക്കുമ്പോഴേ അവർക്ക് തൃപ്തിയാകുകയുള്ളൂ. കൃഷ്ണ അവബോധത്തിൻ്റെ നേട്ടമെന്തെന്നതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്തതിനാൽ തങ്ങളുടെ ശക്തി നല്ല കാര്യങ്ങൾക്കായിട്ട് എങ്ങനെ ചെലവഴിക്കാമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ എന്നത് ചുരുക്കം. അതായത് മനുഷ്യൻ ജനിക്കുമ്പം, ഞാൻ ആവർത്തിച്ച് പറയുന്ന ഗീത കൂടെ പഠിക്കുമ്പോഴേ ഭാഗവതത്തിലെ കഥാതന്തുക്കളെ നമുക്ക് താത്വികമായിട്ട് വിചാരം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ മനുഷ്യൻ ജനിക്കുമ്പം ദൈവിക സമ്പത്തും ആസുരീ സമ്പത്തും തുലനാവസ്ഥയിൽ 50-50% യോഗ്യത കിട്ടുന്ന ആത്മാവിനാണ് മനുഷ്യ ശരീരം കിട്ടുക. അപ്പോൾ ഈ ദൈവിക സമ്പത്തിനെ ഉപയോഗിക്കാൻ തക്കവണ്ണം സജീവമാക്കാതെ ഭൗതിക നേട്ടങ്ങൾ ഈശ്വര ഭക്തിയിലൂടെ നേടിയാലും അത് പിന്നീട് ഒരിക്കൽ നമുക്ക് ശല്യമായി തീരുകയും നമ്മളെ തന്നെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്തി കൊണ്ട്, ഇപ്പോൾ ഈ അസുര വർഗം പോലും ആ മനുഷ്യജന്മം കിട്ടിയവരെയാണ് അസുരി
വേറെ സ്വഭാവമുള്ളവരും ദൈവിക സ്വഭാവമുള്ളവരും എന്ന് തരംതിരിക്കുന്നത്. സാത്വികഭാവത്തിലേക്ക് വന്നാൽ ദൈവിക സ്വഭാവം ആത്മീയതയിൽ ജീവിക്കുന്നവരായിരിക്കും. ഭക്തി ഉണ്ടാകുന്നതും സാത്വികത്തിലാണ്. പക്ഷെ ആസുരീ സമ്പത്തിന് വേണ്ടിയിട്ടില്ലേ പ്രാർത്ഥനാ ബലത്താൽ അവിശ്വസിദ്ധിക്കായിക്കൊണ്ട് ഇന്ദ്രിയ മനോ ദുഃഖങ്ങളെ മാറ്റി ഇന്ദ്രിയ മനോ സുഖങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഭൗതികമായിട്ട് ആശ്രയിച്ച് നേടുന്നതൊക്കെ ഇനി ഭക്തിയിലൂടെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നേടുന്നതൊക്കെ പോലും പിന്നീട് നമുക്ക് ശല്യമായി തീരും. എന്നിട്ട് ഇപ്പം ബാണാസുരൻ പോയിട്ട് ഭഗവാനോട് പറഞ്ഞ പോലെ, ശിവനോട് തന്നെ പറഞ്ഞതുപോലെ തന്നെ അത് പിന്നീട് നമ്മളെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ഭഗവാൻ മറുപടിയും പറഞ്ഞു. അതിൽ ഊറ്റം കൊണ്ടു. അതായത് ഭഗവാൻ ശിവൻ കൊടുത്ത 2 പ്രാവശ്യം കൊടുത്ത അനുഗ്രഹത്തിൽ ഇനി നിനക്ക് തക്കവണ്ണം അല്ലേ നിന്നോട് യുദ്ധം ചെയ്യാൻ പറ്റിയവണ്ണം ഒരാൾ വരുമെന്നും ഞാനല്ല എന്നും, അപ്പോൾ ഭഗവാൻ ഭക്തൻ്റെ അടിമയായി മാറിയതുകൊണ്ട് നിനക്ക് പറ്റുന്ന വിധത്തിൽ ഞാൻ രക്ഷാകവചം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് കൂടെ പോയി താമസിക്കണേ. കുടുംബസഹിത പോയി പാർവതി പുത്രന്മാരും അതായത് ഗണപതിയും സുബ്രഹ്മണ്യനും ഒക്കെ ഗൃഹസ്ഥനായിക്കൊണ്ട് തന്നെയാണ് ബാണാസുരൻ്റെ കൊട്ടാരത്തിൽ പോയി താമസിക്കുന്നത്. ഇവർക്ക് രക്ഷാകവചം. ഈ ഭഗവാന്മാരും ആത്മനിയന്ത്രണം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഭക്തൻ്റെ അടിമയായിട്ട് മാറും. അത് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അനന്യ ഭക്തിയിൽ എത്തുന്ന ആസുരീ സ്വഭാവമുള്ളവർക്ക് വരെ ഈശ്വരൻ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടിരിക്കുക എന്നർത്ഥം. പക്ഷേ നമുക്ക് ഇഷ്ടഭോഗങ്ങളെ ഈ ആസുരീ സമ്പത്ത് എന്ന് പറയുന്ന ഭൗതികമായ എല്ലാവിധ നേട്ടങ്ങളും നമ്മുടെ ശരീരമടക്കം നമ്മൾ എന്തൊക്കെ നേടുന്നുവോ അതൊക്കെ നശിക്കുന്നതാണ് താനും. അതിൽ മുറുക്കി പിടിച്ചിരുന്നാൽ അത് നമ്മുടെ എന്ന ആശത്തിന് ഇടവരുത്തും. നശിക്കാതെ നിൽക്കുന്ന ഏതൊരു ശക്തിയെ ആർജിച്ചുകൊണ്ട് അതിനെ സജീവമാക്കിക്കൊണ്ട് ഭൗതികമായ നേട്ടങ്ങളെ ഉപയോഗിക്കാൻ പഠിച്ചില്ലെങ്കിൽ അത് നമുക്ക് പ്രശ്നമുണ്ടാക്കും. അതാണ് ദൈവിക സമ്പത്തിനെ നമുക്ക് ആസുരീ സമ്പത്ത് ഉപയോഗിക്കണമെങ്കിൽ ദൈവിക സമ്പത്തിൻ്റെ പ്രേരണ ഇല്ലാതെ നടക്കില്ല. അപ്പോൾ നിരീശ്വരവാദിയും യുക്തിവാദിയൊക്കെ ജീവിക്കുന്നതിൻ്റെ രഹസ്യം അതാണ്. അവരിതൊന്നും ചെയ്യാതെ തന്നെ ഭക്തിഭാവം പ്രകടമാകാതെ തന്നെ ജീവിക്കുന്നില്ലേ? എന്നാൽ പിന്നെ അവർക്ക് ഭക്തി ഉണ്ടായിട്ടാണ് ജീവിക്കുന്നതെന്നൊക്കെ നമുക്ക് ചോദ്യം ചെയ്യാം. പക്ഷേ അവർ മനുഷ്യജന്മം കിട്ടിയത് തന്നെ ഈ ദൈവിക സമ്പത്തും ആസുരി സമ്പത്തോടു കൂടി. അവരത് അറിയുന്നില്ല എന്ന് മാത്രം. ദൈവിക സമ്പത്ത് ഉപയോഗിക്കാതെ ഒരു കാരണവശാലും നമുക്ക് ഒരു നിമിഷം ശ്വസിക്കാൻ പോലും സാധ്യമല്ല. ബ്ലഡ് സർക്കുലേഷൻ, ശരീരം, സർവ്വപ്രകൃതി ജയഗുണം എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതി എന്ന് പറയുന്നത് തന്നെ ഈശ്വരനാണ്. അപ്പം നിരീശ്വരവാദിയായാലും ആസുരന സ്വഭാവമുള്ളവരായാലും അവർ ജീവിക്കുന്നത് ഡിപ്പെൻഡ് അപ്പോൺ ദി ഗോഡ്. അതൊരു ശക്തിയാണ്, ഒരു വ്യക്തിയല്ല. അത് അറിയാതിരിക്കുന്നത് കൊണ്ട് അതിനെ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ സൃഷ്ടിക്കുകയോ സ്മരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അവിടെയാണ് നിരീശ്വരവാദം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെന്നെ ഭജിക്കില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും ഭഗവാന്റെ ആ ഡിസ്ട്രിബ്യൂഷൻ്റെ വ്യവസ്ഥയിൽ പ്രകൃതിയെ നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന പ്രകൃതി തത്വങ്ങൾ എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കും. അത് കോമണാണ്. സസ്യലതാദികൾക്കും ഈ സൂര്യചന്ദ്രാദി നക്ഷത്രഗോളങ്ങൾ സൃഷ്ടി വ്യവഹാരത്തിൽ ഈ സൃഷ്ടിക്കപ്പെട്ട എല്ലാത്തിനെയും നിലനിർത്താനും മണത്തരി പോലും അതിൻ്റെ ശക്തി കൊണ്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഭക്തി ഇല്ലേ ആസുരീ ഭാവത്തിലായാലും ദൈവിക ഭാവത്തിലായാലും ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടഭോഗങ്ങളെ ആർജിക്കും. അത് ആർജിച്ചാൽ അതിൽ ഊറ്റം കൊള്ള അഹങ്കാരം ഉണ്ടാകുമ്പോൾ അത് നമ്മളെ തന്നെ നശിപ്പിക്കുന്നതാണ് ഈ ബാണാസുരൻ്റെ കഥയൊക്കെ വ്യക്തമാക്കി തരുന്നത്. ഈ ബാണാസുരൻ എന്ന് പറയുന്നത് പ്രഹ്ലാദൻ്റെ പരമ്പരയിലുള്ളവരാണ്. പ്രഹ്ലാദൻ്റെ പൗത്രനാണ് മഹാബലി, മഹാബലിയുടെ മൂത്ത പുത്രനാണ് ബാണാസുരൻ. അപ്പോൾ ജന്മവാസന അനുസരിച്ച് തന്നെ ആസുരി വാസന ഉണ്ടെങ്കിൽ തന്നെ ഇവർ പാരമ്പര്യമായിട്ട് സത്യസന്ധരും ഇല്ലേ ഭക്തിയുടെ പ്രഭാവം കാണിക്കുന്നവരുമാണ്. പക്ഷേ ആർക്കൊക്കെ എപ്പോഴൊക്കെ അഹങ്കാരം ഉണ്ടായിട്ടുണ്ടോ അവർക്കൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത് ഭൗതിക ലോകത്ത് മാത്രം. ഭക്തിയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ തന്നെ ഈ ആസുരി ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമടക്കം ആസുരി സമ്പത്താണ്. നമുക്ക് ഏതെങ്കിലും തരത്തിൽ ദുഃഖമോ പ്രശ്നങ്ങളോ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആസുരി സമ്പത്തിൻ്റെ അതിപ്രസരം കൊണ്ടാണ് അതുണ്ടാകുന്നത്. അതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ് ഈ സുഖവും ദുഃഖവും. സുഖം കിട്ടുമ്പോൾ അഹങ്കരിക്കാൻ ഇടവരുമ്പം വീണ്ടും ദുഃഖത്തിന് കാരണമായി വരും. ദുഃഖം വരുമ്പം ഭഗവാനെ ഭജിക്കാനും ഇടവരും. ഇല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഈശ്വരനെ ശരണം പ്രാപിക്കുന്നവരുണ്ട്. അപ്പോൾ ഭക്തിഭാവത്തിൽ തന്നെ ഈ പറയുന്ന ഗതിവിധികൾ സംഭവിക്കും.
അതിനാണ് സഹകാര്യ കാരണങ്ങളെ കൊണ്ടുണ്ടാകുന്ന അനുഭവങ്ങളിലൂടെ യഥാർത്ഥ ജ്ഞാനത്തെ നമ്മൾ ആർജിക്കണം. ഇങ്ങനെ പല പ്രാവശ്യം എത്രയൊക്കെ നമുക്ക് ഈ പറയുന്ന തത്വങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാലും പറഞ്ഞ് തന്നാലും സത്സംഗത്തിലൂടെയോ അല്ലേ നമ്മൾ സ്വയം കണ്ടെത്തിയൊക്കെ ചെയ്താലും വേണ്ടില്ല, നമുക്കിത് അനുഭവം ഉണ്ടാകാതെ നമ്മൾ പരമമായ ജ്ഞാനത്തിലേക്ക് എത്തുക. അപ്പോൾ സുഖവും ദുഃഖവും ഒക്കെ ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചാൽ മാത്രമേ നമ്മൾ യഥാർത്ഥ തത്വത്തിലെത്തൂ. അല്ലാതെ ആരും ഇന്ന് വരെ ഈ സംസാര ബന്ധനത്തിൽ നിന്ന് മുക്തി നേടിയിട്ടില്ല. അപ്പോൾ ഡയറക്റ്റ് എൻട്രി ഇല്ല എന്നർത്ഥം. അപ്പോൾ ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴെങ്കിലും പഠിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ താത്വികമായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കഥകൾ നമ്മളെ സഹായിക്കും. അതേപോലെ നമ്മൾ രക്ഷപ്പെട്ടോളോ അനുഗ്രഹം കിട്ടിക്കൊള്ളുന്നല്ല, പക്ഷേ അത് നമുക്ക് മാതൃകയായിട്ട് സ്വീകരിച്ചുകൊണ്ട് അതേപോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമാന ഭാവത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അനുഷ്ഠാനങ്ങളിൽ നിന്നും ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നും നമുക്ക് സുഖദുഃഖങ്ങൾ അനുഭവിച്ച് യഥാർത്ഥ അനുഭവജ്ഞാനത്തിലേക്ക് എത്തണം. അപ്പോഴാണ് യഥാർത്ഥ ഈശ്വരൻ്റെ കൃപ ലഭിക്കുക. അതാണ് ആധ്യാത്മിക ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. നമ്മൾ ഈ പാരായണങ്ങളെ കൊണ്ടോ ഇല്ലെങ്കിൽ ആധ്യാത്മിക മാർഗത്തിൽ നമ്മൾ പ്രയത്നിക്കുന്നു എന്ന് പറഞ്ഞാലോ അത് മാത്രം കൊണ്ട് നമുക്ക് യഥാർത്ഥ മാർഗത്തിലെത്താൻ സാധിക്കില്ല. അപ്പം ലക്ഷ്യം തീരുമാനിക്കണം, അതിനുള്ള അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കണം, അതിൽ നിന്ന് ഇത്തരത്തിൽ ഗുണവും ദോഷവുമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും, അതിൽ നിന്ന് പരമജ്ഞാനത്തിലേക്ക് എത്തണം. ആ ജ്ഞാനത്തിലേക്ക് എത്തി സാത്വിക ഭാവത്തിലൂടെ യഥാർത്ഥ ഈശ്വരീയ ജ്ഞാനം ലഭിക്കുമ്പോഴാണ് ഈശ്വരനെ മനസ്സിലാക്കുകയും ഈശ്വരൻ്റെ ഇച്ഛ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഈശ്വരന് തനിയെ നമ്മളോട് കൃപയുണ്ടാക്കും. തേഷാമേവ അനുകമ്പാർത്ഥം മഹമജ്ഞാനജം തമ നാശയന്നാത്മഭാവസ്ഥോ ജ്ഞാനദീപേന വാസത എന്ന് ഭഗവാൻ പറഞ്ഞത് എല്ലാ കാലത്തും ഓർത്തിരിക്കണം. അതാണ് കൃപയുടെ അവസ്ഥ. ഈശ്വരൻ്റെ കൃപ എപ്പോൾ ഉണ്ടാകുന്നോ അപ്പോൾ ഭഗവാന് നമ്മളോട് അനുകമ്പയുണ്ടാകും. അപ്പോൾ നമ്മളിൽ യഥാർത്ഥ പരമമായ ജ്ഞാനത്തിൻ്റെ പ്രകാശം ഭഗവാൻ തന്നെ ജ്വലിപ്പിക്കും. അതാണ് എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ശിവൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ബാണാസുരൻ കൂടുതൽ തൻ്റെ ശക്തിയിൽ ഊറ്റം കൊള്ളുക ചെയ്ത് തന്നെ അടിച്ചു തകർക്കാൻ കഴിയുന്ന ഒരുവനെ കണ്ടെത്തുമെന്നുകൂടി കേട്ടപ്പോൾ അയാൾ ആഹ്ലാദം കൊണ്ട് മതി പറഞ്ഞു. ചിലർക്ക് അങ്ങനെ യുദ്ധം ചെയ്യാനില്ല വഴക്കുണ്ടാക്കാനും ഒക്കെ അതൊരു സന്തോഷമായിട്ട് മാറും. തൻ്റെ ശക്തി പ്രയോഗിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അത് അങ്ങനെയുള്ളവർക്ക്, ശക്തിയുള്ളവർക്ക് അതിൻ്റെ പ്രയോഗിക്കാനുള്ള അവസരം കിട്ടുന്നത് വലിയൊരു ആഹ്ലാദത്തിൻ്റെ കാരണമായിട്ട് വരാം. അങ്ങനെ ബാണാസുരൻ ഗൃഹത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. തൻ്റെ ശക്തിയെ ഹനിക്കാൻ പറ്റിയ എതിരാളിയെ കാത്തിരിപ്പായി. അത്രയ്ക്ക് വങ്കനായിരുന്നു ഈ അസുരൻ. ഭൗതികങ്ങളായിട്ടുള്ള ഐശ്വര്യങ്ങൾക്ക് വൃഥാ കീഴടങ്ങിപ്പോകുന്ന വിഡ്ഢികളായിരിക്കുന്ന അസുരീ മനുഷ്യർക്ക്, അതായത് അസുരീ സമ്പത്തോട് കൂടിയിട്ടുള്ള ജനങ്ങൾക്ക് തങ്ങളുടെ പ്രൗഢിയും വലിപ്പവും ഉണ്ടാകുമെന്ന് വേണം, ഇത്തരത്തിൽ അഹങ്കാരം ഉണ്ടാകുമെന്ന് വേണം കരുതാൻ. അപ്പോൾ ഭൗതികമായ നേട്ടങ്ങൾ ഈശ്വരനെ ഭജിച്ചിട്ട് അവിശ്വസിദ്ധിയായിട്ട് ലഭിച്ചാലും ഈ ബാണാസുരൻ്റെ കൂട്ട അഹങ്കാരം ഏതൊരു ആസുരീ സമ്പത്തിനും അടിമകളായി മാറുന്ന മനുഷ്യർക്ക് ഉണ്ടാകും എന്ന് വേണം കരുതാൻ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ സമൃദ്ധികൾ അവസാനിക്കുമ്പോഴേ അവർക്ക് തൃപ്തി ഉണ്ടാകുകയുള്ളൂ. അതിന് കൃഷ്ണ അവബോധത്തിൻ്റെ നേട്ടം എന്തെന്നതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്തതിനാൽ തങ്ങളുടെ ശക്തി നല്ല കാര്യങ്ങൾക്കായിട്ട് എങ്ങനെ ചെലവഴിക്കാമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാതെ വരുന്നു എന്നതാണ് ചുരുക്കം. സത്യത്തിൽ രണ്ട് തരം ആളുകളേ ഉള്ളൂ: കൃഷ്ണ അവബോധമുള്ളവരും കൃഷ്ണ അവബോധം ഇല്ലാത്തവരും. അതായത് ദൈവിക സമ്പത്തോടുകൂടി ജനിച്ചവരും ആസുരീ സമ്പത്തോടുകൂടി ജനിച്ചവരും. ഈ രണ്ടും ഉണ്ട് കയ്യിൽ. പക്ഷേ ഈ കൃഷ്ണ അവബോധമില്ലാതെ വന്നാൽ ആസുരീ സമ്പത്തിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കും. അത് നമുക്ക് തന്നെ പിന്നീട് ദുഃഖാനുഭവങ്ങൾക്ക് കാരണമാകും. അത് യഥാർത്ഥത്തിൽ ഇതൊന്നും അറിഞ്ഞുകൂടാത്ത, ഈ വ്യത്യാസം അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അപ്പോൾ കൃഷ്ണ അവബോധമില്ലാത്തവർക്ക് ദേവന്മാരോടായിരിക്കും ഭക്തി. അതേസമയം കൃഷ്ണ അവബോധമുള്ളവർ സമസ്തവും ഭഗവത് സേവനത്തിനായിട്ട് സമർപ്പിക്കും. അതായത് കൃഷ്ണ അവബോധം ഇല്ലാതെ ആസുരീ സമ്പത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് മറ്റ് ദേവന്മാരോട് ഭക്തി ഉണ്ടാകാം. അനേക ദേവതകളെ ഭജിച്ചിട്ട് പലതരത്തിലുള്ള ആസുരീ സമ്പത്തുകൾ ആർജിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അത് നാശത്തിന്. എന്നാൽ കൃഷ്ണ അവബോധമുണ്ടെങ്കിലോ സമസ്തവും ഭഗവത് സേവനത്തിനായിക്കൊണ്ട് ചെയ്യും. എന്ത് ചിന്തിച്ചാലും പറഞ്ഞാലും പ്രവർത്തിച്ചാലും അവർ ഭഗവത് സേവനമായിട്ട് സാക്ഷിഭാവത്തിൽ ചെയ്യും എന്നർത്ഥം. കൃഷ്ണ അവബോധമില്ലാത്തവർ സകലതും സുഖഭോഗങ്ങൾക്കായിക്കൊണ്ട് ഉപയോഗപ്പെടുത്തുന്നതിന് പറ്റിയ ഉദാഹരണമാണ്
ബാണാസുരൻ. യുദ്ധം ചെയ്യാനുള്ള തൻ്റെ അസാധാരണമായ കഴിവ് സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗപ്പെടുത്താനാണ് അയാൾ അയാൾക്ക് തിരക്കും അതിനു വേണ്ടിയിട്ടാണ്. പറ്റിയ എതിരാളിയെ കിട്ടാതെ അയാൾ പർവ്വതങ്ങളെ ഇടിച്ച് തകർക്കുകയും ചെയ്തു. ഇതിന് വിപരീതമായിട്ട് യുദ്ധം ചെയ്യാൻ അസാധാരണമായ ശക്തിയും കഴിവുമുള്ള അർജുനൻ അതൊക്കെ കൃഷ്ണന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ കൃഷ്ണന് അവബോധമുണ്ടായിരുന്നുകൊണ്ട് കൃഷ്ണൻ്റെ സാന്നിധ്യത്തിൽ കൃഷ്ണൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് തൻ്റെ ശക്തികളെ ഉപയോഗപ്പെടുത്തുന്നവനായിരുന്നു അർജുനൻ. ബാണാസുരൻ എന്താ, തനിക്ക് പറ്റിയ എതിരാളിയെ കിട്ടാതെ വന്നപ്പോൾ പ്രകൃതിയെ പോലും നശിപ്പിക്കുന്ന, പർവ്വതങ്ങളെ പോലും അടിച്ച് തകർക്കുന്ന അവസരയ്ക്ക് തൻ്റെ കിട്ടിയ ശക്തി. നമ്മളും അങ്ങനെയാണ് പ്രകൃതിയെ നശിപ്പിക്കുക. നമുക്ക് കിട്ടിയിരിക്കുന്ന ശക്തി എവിടെയെങ്കിലും പ്രയോഗിക്കണം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഭൗതികമായിട്ടുള്ള അന്വേഷണങ്ങൾ, ശാസ്ത്രത്തിൻ്റെ വളർച്ച, വികാസം എന്നൊക്കെ പറഞ്ഞിട്ട് പലതും ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഈ ലോകത്തെ തന്നെ നശിപ്പിക്കാനുള്ളതാണ്. ഇതൊക്കെ ഈ ബാണാസുരൻ്റെ കൂടെയുള്ളവരാണെന്നർത്ഥം. നമ്മൾ ബ്രഹ്മോർജ്ജം ആർജിച്ചാൽ അത് ലോകത്തിനും തനിക്കും രക്ഷയ്ക്ക് ഉള്ള കവചമായിട്ട് മാറും. അതേസമയം ആണവ ഊർജ്ജം ഉണ്ടാക്കി വച്ചിരിക്കുന്നതോ അതൊക്കെ ബാണാസുരൻ്റെ കൂട്ടാ, തന്നെ നശിപ്പിക്കും, ഈ ലോകത്തെ തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വച്ചിരിക്കുക എന്നർത്ഥം. ഇതാണ് കൃഷ്ണ അവബോധമുള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. ഇതിന് ഇപ്പം ഭൗതികമായിട്ടുള്ള ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ശാസ്ത്രത്തിൻ്റെ വികാസം, ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്നതെങ്കിലും അതിൻ്റെ ആത്യന്തികമായിട്ട് വിശകലനം ചെയ്ത് ചിന്തിച്ചാൽ ഇത് ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാണാസുരൻ്റെ കൂട്ടം ഉണ്ടാക്കി വെച്ച ശക്തികളിലെ പ്രകൃതിയെ പോലും നശിപ്പിക്കും. തനിക്ക് എവിടെയെങ്കിലും പ്രയോഗിക്കാൻ സാധ്യം, അല്ലെങ്കിൽ വെറുതെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് മരുഭൂമിയിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പരീക്ഷണം നടത്തുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ ബാണാസുരൻ ഈ കൈത്തരിപ്പ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പർവ്വതങ്ങളെ വരെ തച്ചുടച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നാൽ അതേപോലെയുള്ള ഒരു അർജുനൻ ഭഗവാന്റെ അവബോധത്തിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട്, ധർമ്മ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഭഗവാനോടൊപ്പം നിന്നു. ഇതാണ് വ്യത്യാസം. അപ്പോൾ ബാണാസുരന് ഉഷ എന്ന പേരുള്ള സുന്ദരിയായൊരു മകളുണ്ടായിരുന്നു. വിവാഹപ്രായമെത്തിയ അവൾ ഒരിക്കൽ തോഴിമാരുടെ നടുവിൽ ഉറങ്ങി കിടക്കുമ്പോൾ താൻ ഒരിക്കലും കണ്ടിട്ടോ കേട്ടിട്ടോ പോലുമില്ലാത്ത അനിരുദ്ധൻ തൻ്റെ സമീപം ഇരിക്കുന്നതായിട്ടും അദ്ദേഹവുമായിട്ട് അവൾ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുന്നതായിട്ട് സ്വപ്നം കണ്ടു. അപ്പോൾ ഈ സ്വപ്നത്തെയും നമ്മൾ നിരാകരിക്കാൻ പാടില്ല എന്ന് പറയും. നമ്മൾ ഏത് പ്രായത്തിലാണെങ്കിലും ഏത് കാലത്തായാലും വേണ്ട സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല ആ സ്വപ്നത്തിൽ കാണുന്ന സന്ദർഭവും ഇല്ലേ സാഹചര്യങ്ങളും കാലദേശങ്ങളും ഒക്കെ നമുക്ക് പൂർവ്വജന്മാർജിതമായിട്ട് ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ബന്ധമുള്ളവരോ ഇല്ലേ വരാൻ പോകുന്ന ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നതായിരിക്കും സ്വപ്ന ദർശനം എന്ന് പറയുന്നത്. വ്യർത്ഥമായിട്ടൊന്നും നമ്മൾ സ്വപ്ന ദർശനം പോലും ഉണ്ടാകില്ല, യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഒരാൾ നോവലോ ഇല്ലേ കഥ എഴുതുന്നുണ്ടെങ്കിൽ ആ കഥ എഴുതാനുള്ള വാസനാബലവും ഇതിലുള്ള അറിവും ഒക്കെ പൂർവ്വജന്മജമായിട്ട് ഈ കഥാപാത്രങ്ങളോ കഥാസാരങ്ങളോ ഇല്ലേ ആ ദേശകാലവുമായിട്ടൊക്കെ ഈ വ്യക്തിക്ക് ബന്ധമുണ്ടാകും. ഇല്ലാതെ ഓരോ രഹസ്യവും പുറത്ത് എഴുതി പിടിപ്പിക്കാൻ പോലും സാധ്യമല്ല. അപ്പം അത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു സ്വപ്നം, ഇനിയിപ്പം ഭഗവാൻ തന്നെ ശിവൻ പറഞ്ഞു അതിനുള്ള സാഹചര്യം കൊണ്ട് നിന്നോട് എതിർക്കുന്ന ശക്തിയുള്ള ഒരാൾ വരും എന്നൊക്കെ പറഞ്ഞപ്പം അതിനുള്ള സാഹചര്യത്തെയാണ് ഇവിടെ വർണ്ണിക്കാൻ പോകുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.